السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا
يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ദൈവഭക്തിയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളായ മുഴുവൻ ആളുകളുടെയും ഏറ്റവും വലിയ ആഗ്രഹം മരണാനന്തര ജീവിതത്തിൽ നരക ശിക്ഷയിൽ നിന്നുള്ള ശാശ്വതമായ മോചനമാണ്. വിശ്വാസികൾ അവരുടെ പ്രാർത്ഥനകളിൽ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഇഹലോകത്ത് നന്മ തരണം, പരലോകത്തും നന്മ തരണം. നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ, നീ ഞങ്ങളെ രക്ഷിക്കണമേ. അതുപോലെ തന്നെ ധാരാളം പ്രാർത്ഥനകളിലൂടെ അവർ അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന 5 നേരത്തെ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന്റെ മുമ്പേ ഒരു 4 കാര്യങ്ങളിൽ നിന്ന് പ്രത്യേകമായി അല്ലാഹുവിനോട് കാവലിന് ചോദിച്ചുകൊണ്ടാണ് സർവ വിശ്വാസികളും അവരുടെ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നത്. اللهم إني أعوذ بك من عذاب القبر ومن عذاب جهنم. അല്ലെങ്കിൽ اللهم إني أعوذ بك من عذاب جهنم ومن عذاب القبر. اللهم إني أعوذ بك من عذاب القبر وعذاب النار. എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഹദീസുകളിൽ വന്ന പ്രാർത്ഥനകൾ വിശ്വാസികൾ മനസ്സറിഞ്ഞുകൊണ്ട് പറയുന്നു. അതിലും നരകാഗ്നിയിൽ നിന്നുള്ള ശാശ്വതമായ മോചനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് മനുഷ്യരെ ഞാൻ ശിക്ഷിക്കുകയില്ല, അവനെ നരകാഗ്നിയിൽ ഞാൻ പ്രവേശിപ്പിക്കുകയില്ല, ശാശ്വതമായ സുഖവും സമാധാനവും അവന് നൽകും എന്ന് മനുഷ്യരോട് വിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് സ്ഥലങ്ങളിലൂടെയായി അല്ലാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് മനുഷ്യൻ അല്ലാഹുവോട് ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ കടമ, ആ കടമ ചെയ്താലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയെ ശിക്ഷിക്കാതിരിക്കുക എന്ന കാര്യം ചെയ്യുന്നത് എന്ന ആശയം വരുന്ന ഒരു ഹദീസ് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഒരിക്കൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിലെ വാഹനം ഒന്നുകിൽ കഴുതയാണ്, അല്ലെങ്കിൽ കുതിരയാണ്, അല്ലെങ്കിൽ ഒട്ടകമാണ്. പ്രവാചക തിരുമേനിയോടൊപ്പം ആ യാത്രയിൽ പ്രവാചകന്റെ വാഹനം വന്നൊരു കഴുതയാണ്. ഒരു കഴുതപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യുകയാണ്. അതിന്റെ പിന്നിലിരിക്കുകയാണ് കുൻതു ജിദ്ഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹിമാരിൻ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹയാത്രികനായി പ്രവാചകന്റെ പിന്നിൽ ഇരിക്കുകയാണ് ആ വാഹനപ്പുറത്ത്. ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക അല്ലാഹുവിന്റെ റസൂലിനോടൊരു ചോദ്യം, യാ മുആദ്, മുആദ് എന്നൊരു വിളിയാണ്. ഫഖുൽതു, അപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മറുപടി കൊടുത്തു, ലബ്ബൈക യാ റസൂലല്ലാഹ്, മറുപടി നൽകുകയാണ്. എന്താണ് പ്രവാചകരെ, എന്താണെന്ന് വിളിച്ചത്? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചോദ്യം,
അദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, നിനക്കറിയാമോ മുആദേ മാ ഹഖ്ഖുല്ലാഹി, അല്ലാഹുവിനോടുള്ള കടമ എന്താണ്, അലൽ ഇബാദി, അടിമകൾക്ക്. അടിമകൾക്ക് അല്ലാഹുവിനോടുള്ള ഏറ്റവും വലിയ കടമയെക്കുറിച്ച് നിനക്കറിയാമോ? ഖാല മുആദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖുൽതു, ഞാൻ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനറിയാം അവന്റെ റസൂലിനുമാണ് എന്നെക്കാൾ ആ കാര്യം അറിയുന്നത്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുന്നു, ഫഇന്ന ഹഖ്ഖല്ലാഹി അലൽ ഇബാദ്, അടിമകൾ അല്ലാഹുവിനോട് ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ കടമ, അടിമകളുടെ മേൽ നിർബന്ധമായ ഏറ്റവും വലിയ ബാധ്യത, അൻ യഅ്ബുദൂഹു, അവർ അവനെ മാത്രം ആരാധിക്കലാണ്, വലാ യുശ്രികൂ ബിഹി ശൈആ, അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കലാകുന്നു. ഇത് പറഞ്ഞു കൊടുത്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത ചോദ്യം, ഫഹൽ തദ്രീ മാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹി ഇദാ ഫഅലൂ ദാലിക, മുആദേ നിനക്കറിയാമോ ജനങ്ങൾ അല്ലാഹുവിനോടുള്ള ഈ കടമ ശരിക്കും നിർവഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഗുണമുണ്ട്, അല്ലാഹു അവരോടത് ചെയ്യാതിരിക്കുകയില്ല, അല്ലാഹു നിനക്ക് അവരോട് പ്രത്യുപകാരം ചെയ്യാതിരിക്കുകയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു, എന്താണത് എന്ന് വിശദീകരിച്ചു കൊടുക്കുന്നു. ഫഇന്ന ഹഖ്ഖൽ ഇബാദി അലല്ലാഹി ഇദാ ഫഅലൂ ദാലിക, മേൽ പറഞ്ഞ ബാധ്യത അല്ലാഹുവിനോട് കൃത്യമായി നിർവഹിക്കുന്നവരടിമയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാ യുഅദ്ദിബഹും, അവരെ ഒരിക്കലും ശിക്ഷിക്കുന്നതല്ല. ഈ ഹദീസാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്തിരിക്കുന്ന അവസരത്തിൽ പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും പ്രസിദ്ധിയാർജിച്ച ഒരു ഹദീസാണ്. ഈ ഹദീസിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത, മാനവരാശിയുടെ ഏറ്റവും വലിയ ബാധ്യത പഠിപ്പിച്ചു തന്നത്, മനുഷ്യരുമായും അതേപോലെ തന്നെ സൃഷ്ടാവുമായും ഒക്കെ പല കടമകളും ചെയ്തു തീർക്കാനുണ്ട്. കഴിഞ്ഞ 1-2 ഖുത്ബകളിലൂടെ നമ്മൾ അയൽക്കാരുള്ളതുമായും അതേപോലെ തന്നെ മറ്റു പലരുമായുള്ള കടമകളെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഏറ്റവും വലിയ കടമ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക. അത് മുഴുവൻ മനുഷ്യരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടൊരു സംഗതിയാണ്. യാ അയ്യുഹന്നാസ്, വിശുദ്ധ ഖുർആൻ തുറന്നു നോക്കിയാൽ ആദ്യമായി കാണുന്ന ജനങ്ങളെ എന്ന വിളിയിൽ പറയുന്ന ആശയം ഇത് തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ 1-ാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹ, 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ, അതിങ്ങനെ പാരായണം ചെയ്ത് തുടങ്ങി ഏതാനും ആയത്തുകൾ പിന്നിട്ട് വിശുദ്ധ ഖുർആനിൽ കാണുന്ന ആദ്യത്തെ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടുള്ള അഭിസംബോധന, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, വഅബ്ദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രം ആരാധിക്കുകയും അവൻ നിങ്ങളെ സൃഷ്ടിച്ചവനാണ്, നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനാണ്, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി തീരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുക. തഖ്വയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കണ്ണി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തെ കൃത്യമായി സ്വീകരിക്കലാകുന്നു. തഖ്വയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യപടി ശിർക്കിൽ നിന്ന് മുക്തമായ ഒരു ജീവിതം എന്നതാകുന്നു. പക്ഷേ മാനവരാശിയിൽ മഹാഭൂരിപക്ഷം ആളുകളും ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ അല്ലാഹുവെ വിശ്വസിക്കുന്നില്ല എന്ന പരമമായ സത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂസുഫിലൂടെ നമ്മെ അറിയിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, അവരിൽ മഹാഭൂരിപക്ഷം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല. ഇല്ലാ വഹും മുശ്രികൂന, അവരവൻ പങ്കുചേർക്കുന്നവരായിക്കൊണ്ടല്ലാതെ. ഇപ്പൊ ലോകത്ത് ജനങ്ങളെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സുഹൃത്തുക്കളെ, മഹാഭൂരിപക്ഷം ആളുകളും ആരാണ്? ദൈവവിശ്വാസികളാണ്. നിരീശ്വര നിർമ്മത പ്രസ്ഥാനക്കാരായ ആളുകളോ അനുയായികളോ ലോകത്ത് ദൈവവിശ്വാസമുള്ളവരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞൊരു ശതമാനം മാത്രമേ ലോകത്തുള്ളൂ, വളരെ കുറവാണ്. അതേ അവസരത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. എന്ത് പേരിട്ട് വിളിച്ചാലും വിരോധമില്ല. അല്ലാഹു എന്ന് പറഞ്ഞാലും ദൈവം എന്ന് പറഞ്ഞാലും സർവേശ്വരൻ എന്ന് പറഞ്ഞാലും ജഗന്നിയന്താവ് എന്ന് പറഞ്ഞാലും
ജഗദീശ്വരൻ എന്ന് പറഞ്ഞാൽ പല പേരുകളിൽ പലരും വിളിക്കുന്നു. പക്ഷേ ഏറ്റവും യോജിക്കുന്ന എല്ലാം കൊണ്ടും അനുപേക്ഷണീയമായ നാമമാണ് അല്ലാഹ്. അവന് വേറെയും ഒരുപാട് നാമങ്ങളാണ്. അവൻ കരുണാനിധിയാണ്, അവൻ ഏറ്റവും വലിയ അർഹമുർ റഹീമീനാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹുവിന് അതിവിശിഷ്ടങ്ങളായ ഉന്നതമായ ഉദാത്തങ്ങളായ നാമങ്ങളുണ്ട്. എന്തായിരുന്നാലും അല്ലാഹു എന്ന് പറയുന്ന ആ സത്യത്തിൽ മഹാഭൂരിപക്ഷവും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളിൽ മഹാഭൂരിപക്ഷത്തിനുള്ള കുഴപ്പമെന്താണ്? അവർ അല്ലാഹുവിനൊക്കെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ഇല്ലാവഹും മുശ്രികൂൻ, അവര് മുശ്രിക്കുകളായിക്കൊണ്ടല്ലാതെ ശിർക്ക് വെച്ചുകൊണ്ടല്ലാതെ അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല. ഈ ഒരു സത്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ശിർക്കിന്റെ എല്ലാ അംശങ്ങളെയും വളരെ ജാഗ്രതയോടുകൂടി കാത്തുസൂക്ഷിക്കണം. അതിൽ ജാഗ്രതയോടുകൂടെ ഇരിക്കണമെന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം ഗൗരവത്തോടുകൂടി അത് പഠിപ്പിച്ചു എന്നറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീൻ പഠിച്ച സഹാബാക്കിറാം ആ വിഷയത്തിൽ അവർ ചെയ്തിട്ടുള്ള ജാഗ്രതകൾ, അവർ കാണിച്ചിട്ടുള്ള സമീപനങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹുവിനെ ആരാധിക്കാന്ന് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അല്ലാഹുവിനെ ആരാധിക്കുക, വേറുള്ളവർക്കും കൊടുത്തോളി, മറ്റുള്ളവരോടും പ്രാർത്ഥിച്ചോളൂ, മറ്റുള്ളവർക്കും നേർച്ച വഴിപാടുകൾ അർപ്പിച്ചോളൂ, മറ്റുള്ളവർക്കും ബലി അർപ്പിച്ചോളൂ, മറ്റുള്ളവരുടെയും നിങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചോളൂ എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് തന്നെ എന്താണ്? വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ. വമാ ഉമിറൂ, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദുല്ലാഹ, അവർ അല്ലാഹുവിനെ ആരാധിക്കാനല്ലാതെ. എങ്ങനെ? മുഖ്ലിസീന ലഹുദ്ദീൻ, ദീനിനെ കീഴ്വണക്കത്തെ അവന് ആത്മാർത്ഥമാക്കിയ നിലയിൽ, ഹുനഫാ, വക്രതയില്ലാത്ത വളവില്ലാത്തൊരു മനസ്സുമായി നേർക്കുനേരെ റബ്ബിലേക്ക് ആരാധന നടത്തുന്ന, അവനെ മാത്രം ആരാധിക്കുന്ന, ശിർക്കിന്റെ ഒരംശങ്ങളും കലരാതെ വിശ്വാസത്തെ കാത്തുസൂക്ഷിക്കാനാണ് മനുഷ്യർ യഥാർത്ഥ വിശ്വാസികൾ. അതിനാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. ആ വിഷയത്തിൽ സഹാബാക്കിറാമിന്റെ സൂക്ഷ്മത നോക്കൂ നിങ്ങൾ സുഹൃത്തുക്കളെ. ഹുദൈഫത്ത് റളിയല്ലാഹു തആല അൻഹു, ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ച ഈ ആയത്ത് തെളിവുദ്ധരിച്ചുകൊണ്ട് മഹാനവറുകൾ നടത്തിയ ഒരു പ്രവർത്തനത്തെ ഇതിന് മാതൃകയായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഹുദൈഫത്ത് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ സഹാബിയാണ്. അദ്ദേഹം ഒരിക്കൽ അന്നഹു റഅ റജുലൻ, ഒരാളെ അദ്ദേഹം കണ്ടു. ഈ യദിഹി, അയാളുടെ കയ്യിലുണ്ട്, അയാളുടെ കയ്യിൽ കെട്ടിയിരിക്കുന്നു ഖൈത്തുൻ മിനൽ ഹുമ്മാ, പനി മാറാനാണെന്ന് പറഞ്ഞിട്ട് ഒരു നൂല് കെട്ടിയിരിക്കുന്നു. അപ്പൊ ഒരു നൂല് കെട്ടിയ ഒരാൾ പനിച്ച് തുള്ളിക്കിടക്കുമ്പോൾ നൂല് കെട്ടിയിട്ട് ഒരാൾ കിടക്കുകയാണ്. അപ്പൊ ഹുദൈഫത്ത് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനെ കണ്ടപ്പോ എന്താ ചെയ്തത്? അതങ്ങ് അറുത്ത് മുറിച്ച് കളഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ആയത്ത് ഓതിയത് സൂറത്ത് യൂസുഫിലെ 106-ാമത്തെ ആയത്ത് ഓതുകയാണ്. ഇതിങ്ങനെ മുറിച്ചെടുത്തിട്ട് പൊട്ടിച്ചെടുത്തിട്ട് പറയാണ്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, അവരിൽ മഹാഭൂരിപക്ഷം ആളുകളും അല്ലാഹുവിൽ ശിർക്ക് വെച്ചുകൊണ്ടല്ലാതെ അല്ലാഹുവിൽ അവർ വിശ്വസിക്കുന്നില്ല. അപ്പൊ നോക്കൂ സുഹൃത്തുക്കളെ, സഹാബാ കിറാമിന്റെ ആ ഒരു സൂക്ഷ്മത, അവർ ഈ വിഷയത്തിൽ കാണിച്ച ഏറ്റവും വലിയൊരു ജാഗ്രത, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് നിങ്ങൾ നോക്കൂ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയുടെ മറ്റൊരു സഹാബിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് സൈനബ് റളിയല്ലാഹു അൻഹാ. ആ സൈനബ് റളിയല്ലാഹു തആല അൻഹ തന്നെയാണ് പറയുന്നത്, ഒരിക്കൽ എന്റെ ഭർത്താവ് എന്റെ കഴുത്തിലൊരു ചരട് കണ്ടു, ഒരു നൂല് കണ്ടു. അദ്ദേഹം ചോദിച്ചു, മഹാദാ, എന്താ ഈ കാണുന്നത്? അപ്പൊ കുൽത്തു, ഞാൻ പറഞ്ഞു, മന്ത്രിച്ചൂതിയ നൂലാണ് എന്ന് പറഞ്ഞു, മന്ത്രിച്ച് കെട്ടിയ നൂലാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അവര് പറയാണ്, എന്റെ ഭർത്താവ് അതങ്ങ് പിടിച്ചു, അതങ്ങ് അറുത്ത് മുറിച്ചു കളഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അൻതും ആലു അബ്ദില്ലാഹ് ലഅഗ്നിയാഉ അൻ ശിർകി. سمعت رسول الله صلى الله عليه وسلم يقول إن الرقى والتمائم والقبلة شرك. أنتم آل عبد الله, നിങ്ങൾ അബ്ദുള്ളയുടെ കുടുംബമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്റെ കുടുംബമാണ്, നിങ്ങൾ എന്റെ ഭാര്യയാണ്, എന്റെ കുടുംബമാണ് നിങ്ങൾ. അൻതും, നിങ്ങൾ ലഅഗ്നിയാഉ അൻ ശിർകി, ശിർക്കിൽ നിന്ന് മുക്തരാവേണ്ടവരാണ്. ശിർക്ക് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ശിർക്ക് ചെയ്യേണ്ടവരല്ല.
എന്ന് വളരെ ശക്തമായ നിലക്ക് ഉപദേശിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നർ റുഖാ നിശ്ചയമായും ദുർമന്ത്രങ്ങളും തമീമത്തുകളും ജീവലത്തും ശിർക്കാകുന്നു എന്ന്. ഇതിൽ 3 കാര്യങ്ങളായി. ഒന്ന് റുഖാ, മന്ത്രം. മന്ത്രം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട മന്ത്രവുമുണ്ട്, അനുവദിക്കപ്പെടാത്ത മന്ത്രവുമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിലൂടെ സ്ഥിരപ്പെട്ട ധാരാളം മന്ത്രങ്ങളുണ്ട്. രോഗിക്ക് വേണ്ടിയുള്ള മന്ത്രം, സ്വയം ശരീരത്തിൽ വേദന അനുഭവിക്കുന്ന രോഗി തന്നെ സ്വന്തം ശരീരത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മന്ത്രം, അതേപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള മന്ത്രം. മന്ത്രം എന്ന് പറയുന്നത് രോഗശിഫയ്ക്ക് വേണ്ടി ഒച്ചത്തിലല്ലാതെ ചെറിയ തോതിൽ ഇങ്ങനെ പതുക്കെ സംസാരിക്കുന്ന ആ നിരക്കുള്ള പ്രാർത്ഥന ഉരുവിടലുകൾക്കാണ് മന്ത്രം എന്ന് പറയുന്നത്. അത് ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു തന്നിട്ടുണ്ട് പല ഘട്ടങ്ങളിലും. അതേ അവസരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്, വിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിരക്ക് അല്ലാഹു അല്ലാത്തവരുടെ പേരുകൾ പറഞ്ഞുകൊണ്ടോ, അവരോട് പ്രാർത്ഥിച്ചുകൊണ്ടോ, അവരോട് സങ്കടം പറഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ അവരുടെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ടോ ഒക്കെയുള്ള പല രൂപത്തിലുള്ള മന്ത്രങ്ങളും ദുർമന്ത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അത് പാടില്ല. തമീമത്ത് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കണ്ണേറ് പോലുള്ളതൊക്കെ ബാധിക്കാതിരിക്കാൻ വേണ്ടി കെട്ടിക്കൊടുക്കുന്ന എന്തിനും തമീമത്ത് എന്ന് പറയും. അതില്ലേ കുട്ടികളുടെ കാര്യയിൽ ഒരു ചരട് കാണാം. ആ ചരടിൽ കാണാൻ ചില പ്രത്യേകമായ തുളകളിട്ടുകൊണ്ട് എന്തോ ഒരു പ്ലാസ്റ്റിക് പോലെയുള്ള അല്ലെങ്കിൽ മറ്റേതോ ഒരു വസ്തുവിനെ കുറെ എണ്ണങ്ങനെ കോർത്തിട്ട് കാണാം, 4 മണികൾ പോലെ. എന്തിനാണ്? കണ്ണേറ് കൊള്ളാതിരിക്കാനാണ്. അതേപോലെ തന്നെ ജീവനത്തും പാടില്ലാത്തതാണ്. എന്താണ് ജീവനത്ത്? പിണങ്ങിപ്പോകുന്ന ഭാര്യാഭർത്താക്കന്മാര് തമ്മിൽ അടുക്കാനും അവർ ഏറ്റവും കൂടുതൽ യോജിപ്പിലാകാനും വേണ്ടി കെട്ടുന്നവരൈക്കല്ലാണ് ജീവനത്ത്. ഇതൊക്കെ ആ ജാഹിലിയ്യത്തിലുള്ളതാണ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിക്കുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചു തന്നതല്ലാത്ത ഒരു മാതൃകയും പിന്തുടരാൻ പാടില്ല. രോഗം മാറാൻ വേണ്ടി ഇന്ന് മനുഷ്യന്മാർ, വിവിധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ന് നമ്മുടെ സുഹൃത്തുക്കൾ മനുഷ്യന്മാർ എവിടെയെല്ലാം കെട്ടുന്നു? അവരുടെ അരയിൽ നോക്കിയാൽ കാണാം, കൈത്തണ്ടയിൽ കാണാം, അതേപോലെ തന്നെ അവരുടെ തോൾക്കൈയിൽ കാണാം, കഴുത്തിൽ കാണാം. അതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ കെട്ടുകയാണ്. മന്ത്രിച്ചൂരിയ ചരടുകൾ വേണമെങ്കിൽ അതിന്മേൽ വ്യത്യസ്ത കെട്ടുകളും കാണാൻ സാധിക്കും. ഈ കെട്ടുകൾ ഇട്ടുകൊണ്ട് ഇങ്ങനെ ചെറുകൾ ചെയ്യുന്ന, ഈ ദുഷിച്ച പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെ നിശ്ചിതമായി വിമർശിച്ച സൂചനയാണ് വിശുദ്ധ ഖുർആനിന്റെ 113-ാമത്തെ അധ്യായത്തിൽ അത്തരത്തിലുള്ള ആളുകളുടെ ചെറുകളിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാതാതി ഫിൽ ഉഖദി വമിൻ ശർരി നഫ്ഫാതാതി ഊതുന്നവരുടെ ചെറുകളിൽ നിന്നും കെട്ടുകളിട്ടതിൽ ഊതുന്നവരുടെ ചെറിൽ നിന്നും. കേട്ടോ, ഈ പണി പണ്ടേള്ളതാണ്. ഇത് ചൂടായുധമാണ്. കെട്ടുകളിടാന്ന് നാര് വാങ്ങുക. ഈത്തപ്പനന്റെ നാരോ ഈ കാലഘട്ടത്തിൽ ഇത് നാരായിക്കൊള്ളുന്നില്ല. അന്ന് വേറൊരു നാരായിരിക്കും. ഏതെങ്കിലും തിരിച്ച് ഈത്തപ്പന വിരിച്ചതോ മറ്റേതെങ്കിലും അതിന്റെ നൂല് തിരിച്ചതോ എന്നിട്ട് അതിൽ കെട്ടുകളിടുക, അങ്ങനെ മന്ത്രം നടത്തുക, എന്നിട്ട് കെട്ടുക. ഈ രൂപത്തിൽ കാലികളുടെ കഴുത്തിൽ കെട്ടുകൊടുക്കും. കാലികൾക്കുണ്ടാകുന്ന ചില കുളമ്പ് രോഗങ്ങൾക്ക്. അതുപോലെ തന്നെ അവരുടെ ചെവി ചീയലിന്, മൂക്കിൽ ചീയലിനൊക്കെ നമ്മുടെ നാടുകളിൽ കാണാം. തൊഴുത്തുകളിൽ പോയി നോക്കിയാൽ കാലികളൊക്കെ നെയ്യാൻ വിട്ടെടുക്കുക കാണാം. പ്രത്യേകമായ കയറുകൾ കെട്ടിയിട്ടുണ്ട്. വലിയ കയറാണ്. ആ കയറിൽ ഒരുപാട് കെട്ടുകളിട്ട് ഇങ്ങനെ മന്ത്രിച്ചൂരി കാലികളുടെ ശരീരത്തിൽ, മനുഷ്യന്മാരുടെ ശരീരത്തിൽ, ഈ വീടുകളിൽ കാണാം. വീടിന്റെ 4 അതിർത്തികളെ സംരക്ഷിക്കാനാണത്രേ ഓരോ സ്ഥലങ്ങളിലായി കെട്ടിത്തൂക്കിയിരിക്കുന്നു. പലകകൾ കെട്ടിത്തൂക്കിയവരുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിന് വളപ്പ് കെട്ടുക എന്നാ പറയാം. ഒരു വളപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ ശൈത്താനികമായ ചെറിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി അവിടെ പഠിപ്പിക്കപ്പെടുന്ന ഒരു നിയമമാണെന്ന്. വീടിന്റെ 4 മൂലയിലും ഒന്നുകിൽ കുപ്പി തൂക്കുക. അത് പലപ്പോഴും ആ കുപ്പി എന്ന് പറയുന്നത് ചാരായ ഷാപ്പിൽ നിന്ന് ഒഴിവാക്കുന്ന കുപ്പികൾ അധികം വെക്കാതെ അപ്പുറത്തേക്ക് കളറിലില്ല. 4 ഭാഗത്ത് തൂക്കിയിട്ടുണ്ടാവും ഇങ്ങനെ കുപ്പികൾ, ചാരായ കുപ്പികൾ. അതല്ലെങ്കിൽ ഇങ്ങനെ പ്രത്യേകമായ പലകകളിൽ എന്തൊക്കെയോ എഴുതി വരകളും കളികളും കള്ളികളും കുടികളും ഒക്കെ ആയിക്കൊണ്ട് 4 ഭാഗത്തും കെട്ടിത്തൂക്കിയിട്ടുണ്ടാകും. വീടിൽ കയറി നോക്കിയാൽ ചുമരുകളിൽ പതിച്ചിട്ടുണ്ടാകും. അതേപോലെ തന്നെ കടകളിൽ അതാ പ്രത്യേകമായി തൂക്കിയിട്ടിരിക്കുകയാണ്. കടകളിൽ ചെന്ന് കയറുന്നിടത്തിന്, സൂപ്പർ മാർക്കറ്റുകളിൽ, ഗ്രോസറികളിൽ, ഹോട്ടലുകളിൽ ഒക്കെ ചില്ലുകളാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. പണപ്പെട്ടികളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. നാട്ടിൽ നിന്ന് കൊടുത്തയക്കുന്ന ഐക്കല്ലുകളും ഏലത്തുകളും ചരടുകളും നൂലുകളും ഒക്കെ പണപ്പെട്ടിയിൽ സൂക്ഷിച്ചു വെക്കുന്നു. ആ പണപ്പെട്ടിയിൽ നിന്ന് അതെന്നു പോകുന്നു അന്ന് ദാരിദ്ര്യമാണ്. അതതിൽ ഉള്ളയിടത്തോളം പണം അതിൽ നിന്ന് വിറ്റുപോവുകയില്ല.
അതേപോലെ തന്നെ മണി പേഴ്സുകളിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന കത്താക്കൊക്കെ വെക്കിലിന്റെ ഇടയിലാണ് ഇടുന്നത്. എന്തായാലും കാര്യം അത് നാട്ടിൽ നിന്ന് നമ്മ പ്രത്യേകം കൊടുത്തയച്ചതാ. ഇത് തന്നെ പേഴ്സിൽ എല്ലായിടത്തോളം കാലം കാശ് ഒഴിവാകൂല എന്ന്. ഈ നിലയ്ക്ക് നമ്മുടെ വീടുകളിലും നമ്മുടെ കടകളിലും കൈകാലികളിലും മനുഷ്യന്റെ ശരീരങ്ങളിലും മൃഗങ്ങളിലും അതേപോലെ തന്നെ വാഹനങ്ങളിലും ഒക്കെ കൊണ്ടു നടക്കുകയാണ് ഈ നിലക്കുള്ള ഈ ഇസ്ലാം വിരോധിച്ചിട്ടുള്ള അത് പല പേരുകളിൽ ജീവലത്ത് സെമീമത്ത് എന്ത് പേരിട്ടാലും ശരി, ഐക്കല്ലി എന്ന് പറഞ്ഞാലും താവീസ് എന്ന് പറഞ്ഞാലും മറ്റേത് പേരിട്ടാലും സുഹൃത്തുക്കളെ ഇസ്ലാമിൽ അതൊന്നും അനുവദനീയമായ സംഗതിയല്ല. അത് ശിർക്കിലേക്കാണ് വഴികൂട്ടുക. അത് നമ്മൾ പറയുന്നതല്ല. അതാണ് ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ഈ രംഗം കണ്ടിട്ട് അത് പൊട്ടിച്ചെറിഞ്ഞിട്ട് ഓതി ആയത്തര വമാ യുമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂന. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ ഈ രംഗം കണ്ടപ്പോൾ ഉടനെ പഠിപ്പിച്ചു കൊടുത്ത എന്താണ്? അൻതും മാലു അബ്ദില്ലാഹി അഗ്നിയാഉ അനി ശിർക്കി. ഇതൊക്കെ ശിർക്കിലേക്കാണ് എത്തിച്ചേർക്കുന്നത് എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ നമ്മുടെ നാടുകളിൽ നിന്ന് പ്രത്യേകമായി ഇങ്ങോട്ട് പാർസലായി വരുന്നു. എന്താണ്? ദർഗകളിൽ നിന്ന് കൊടുത്തയക്കുന്ന നൂലുകൾ അജ്മീറിലെ നൂലാണ്, അജ്മീറിലായിട്ട് അയക്കല്ലാണ്, അല്ലെങ്കിൽ ഏർവാടിയിലെ ഏറത്താണ്. ഇതും കെട്ടിയും കൊണ്ട് നടക്കുകയാണ് എത്രയോ ആളുകൾ. സുഹൃത്തുക്കളെ ആ നിലക്ക് മരിച്ചുപോയാൽ യഥാർത്ഥമായ ഒരു മുസൽമാന്റെ മരണം നമുക്ക് കിട്ടുമോ? അതുകൊണ്ട് ആ രൂപത്തിൽ പല ആളുകളും അതൊരിക്കൽ ഉമ്മ കെട്ടിത്തന്നതാ ചെറുപ്പത്തിലെ ഒടുങ്ങി പല അയച്ചൂടാറാണ് പല ആൾക്കാരും പറയുന്നത്. വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല മൗലവി, അത് ഉമ്മ കെട്ടിത്തന്നതാ ചെറുപ്പത്തിലെ. ഈ പല എങ്ങനെ ഒഴിവാക്കുക? അതവിടെ ഇരുന്നോട്ടെ, എന്തായാലും ഇപ്പൊ അവിടെ തകരാറൊന്നുമില്ലല്ലോ എന്ന നിലക്ക് സുഹൃത്തുക്കളെ വലിയ തകരാറാണ്. അത് ഏറ്റവും വലിയ ഒരു തെറ്റായ സംഗതിയാണ്. മുസ്ലിമീങ്ങൾക്ക് അത് പാടില്ല. നാം അത് ഗൗരവത്തോടുകൂടി കാണുക. നമ്മുടെ ശരീരത്തിൽ അങ്ങനെ യാതൊന്നും കെട്ടേണ്ടതില്ല. അള്ളാഹുവിന്റെ റസൂലല്ലേ നമുക്ക് മാതൃക, അവിടുന്നല്ലേ നമ്മളോട് നിരോധിക്കുന്നത്. അതുകൊണ്ട് നാം ആ നിലക്ക് മരിച്ചുപോയാൽ യഥാർത്ഥമായ ഒരു ശുദ്ധമായ പ്രകൃതിയോടുകൂടിയുള്ള മരണമല്ലാത്ത ഒരു ദുർമരണത്തിലേക്ക് എത്തിച്ചേരുമോ എന്ന് ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കുക. ശിർക്ക് അല്പമെങ്കിലും വന്നുപോകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരേണ്ടതുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ നിന്ന് പരിശോധിച്ചു നോക്കിയാൽ ഇന്ന് ഈ നിലക്കുള്ള നറുക്കുകളും നുറുക്കുകളും കെട്ടിത്തൂക്കാത്ത സ്ഥലങ്ങളില്ല. നിങ്ങൾ നോക്കൂ, ചെറിയ കുട്ടികൾ ഇറങ്ങുന്ന തൊട്ടിലിന്റെ കയറിൽ നോക്കിയാൽ കാണാൻ ഒരു നറുക്ക് ഇങ്ങനെ തുങ്ങിക്കിടക്കുന്നത്. അതെന്താ? അത് കുട്ടിക്ക് യാതൊരു ബാധ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി കെട്ടുന്നതാണ്. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലായിക്കൊണ്ട് ഇത് കെട്ടുകയും ചില സ്ഥലങ്ങളിൽ നമ്മുടെ നാട്ടിൽ തലയിണ ദമ്പതികൾക്കിടയിൽ സ്നേഹം ഒരിക്കലും അറ്റുപോകാതിരിക്കാൻ വേണ്ടി തലയിണക്കടിയിൽ സൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേക നറുക്കുകളും മുറുക്കുകളും ഒക്കെ വിതരണം ചെയ്യുന്ന ബിരുദന്മാരുണ്ട്. അത് ഇത് മനുഷ്യന്റെ ഒരു വീക്ക്നെസ്സാണ്. ഇത് ദാമ്പത്യ ബന്ധത്തിൽ ഒരു തകരാറ് വരിക എന്ന് പറഞ്ഞാൽ അതാരും സഹിക്കൂല. അതങ്ങനെയാണല്ലോ, മനുഷ്യന്റെ വീക്ക്നെസ്സാണ്. അവിടെ ഏറ്റവും കൂടുതൽ പിടികൂടിക്കൊണ്ട് മണിയറയിൽ നിങ്ങളുടേതായ സ്വകാര്യ നിമിഷങ്ങൾക്കിടയിൽ ഒരിക്കലും പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടി തലയിടക്കടിയിൽ നിരന്തരമായി വെക്കേണ്ടുന്ന നിലക്കുള്ള ഉറുക്കുകളും നറുക്കുകളും വിതരണം ചെയ്യുന്ന ബിരുദന്മാരുണ്ട്. അത് നൂറുകണക്കിന് ദിർഹമിന് വിറ്റഴിക്കുന്ന കേന്ദ്രങ്ങളുമുണ്ട് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. നാട്ടിൽ നിന്നൊക്കെ പലരും വരുന്നതൊക്കെ അതിനു വേണ്ടി തന്നെയാണ്. ഇങ്ങനെ പലതും ചെയ്ത് പല ആൾക്കാർക്കും ഇടയിൽ, പ്രത്യേകിച്ച് ഭാര്യ അവിടെയും ഭർത്താവ് ഇവിടെയും ഒക്കെ ആയിക്കൊണ്ട് കഴിയുന്ന പ്രവാസികളായ ആളുകൾ ധാരാളമായി മേഖലയിൽ ചൂഷണം ചെയ്യുന്നു. ഇത് ഭാര്യ ഒളിച്ചോടി പോകാതിരിക്കാനുള്ള ഐക്യല്ലേ, മറ്റൊരുത്തന്റെ പിന്നിലേക്ക് പോകാതിരിക്കാനുള്ള ഐക്യല്ലേ, പാവം പ്രവാസിയായ മനുഷ്യനെ പറഞ്ഞു പേടിപ്പിക്കുകയാണ്. ഇതിനൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ ഉറുക്കും നറുക്കും കെട്ടാനാ പറഞ്ഞത്? സംസ്കാരവും ദീനും ഈമാനും തത്വമൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനാ പറഞ്ഞത്? അല്ലെങ്കിൽ ഒളിച്ചോട് കെട്ടിയോട് ഒളിച്ചോടാതിരിക്കൂല. അപ്പൊ സുഹൃത്തുക്കളെ, ഈ നിലക്കുള്ള ചൂഷണങ്ങൾ ധാരാളമായി പ്രവാസികൾക്കിടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒളിഞ്ഞും തെളിഞ്ഞും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജാഗ്രതയുണ്ടായിരിക്കണം. നമ്മുടെ വിശ്വാസത്തിൽ ശിർക്ക് കലർത്തിക്കൊണ്ട് നമ്മുടെ പണത്തോടൊപ്പം നമ്മുടെ ഈമാനിനെ കൂടി പോക്കറ്റടിക്കുവാനാണ് ഇത്തരത്തിലുള്ള ചൂഷണ വിരുദ്ധന്മാർ ഏറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജാഗ്രതയോടുകൂടി ഇരുന്നുകൊള്ളൂ സുഹൃത്തുക്കളെ, വളരെ ഗൗരവത്തോടുകൂടി നാം അതിനെ കാണുക. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിലൊരു വാഹനം ഇറക്കുകയാണെങ്കിൽ പോലും, ഒരു പുതിയൊരു വാഹനം എടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറക്കി അത് ഓട്ടണമെങ്കിൽ ആദ്യമായി ദർഗയിൽ പോയിട്ട് അവിടെ ജാറം മൂടിയ തുണിയിൽ നിന്നൊരു കഷ്ണം മുറിച്ചെടുത്തുകൊണ്ട് അവിടുത്തെ വ്യക്തി വന്നുകൊണ്ട് എന്ത് ചെയ്യാൻ നമ്മുടെ സ്റ്റിയറിംഗിന്മേൽ അത് കെട്ടിത്തരികയാണ്. നമ്മുടെ സ്റ്റിയറിംഗിന്മേൽ അത് പച്ച തുണി ഒന്നും കെട്ടിത്തരണം, ഒരു കഷ്ണം, ഒരു നാട. അത് ആ സ്റ്റിയറിംഗിന് വണ്ടിക്കൊന്നും പറ്റാതിരിക്കാനുള്ള ഒരു ഉറുക്കും നറുക്കും ഐക്യൊക്കെയാണ്. അത് അവിടെ എല്ലായിടത്തോളം പിന്നെ അപകടമില്ല. ഈ നിരക്ക് സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ റിപ്പോർട്ടിൽ കാണാൻ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കെട്ടിയാൽ അവൻ അതിലേക്ക് തവക്കുൽ ചെയ്യുന്നു. പിന്നെ അതിലേക്ക് അവന്റെ തവക്കുൽ, അത് പോയ അപകടമാണ്. അതുണ്ടെങ്കിൽ ഗുണമാണ്. ഇതാണ് അതിൽ ശിർക്ക് വരുന്ന രംഗം. നേരെ മറിച്ച് സത്യവിശ്വാസിയോ
സത്യവിശ്വാസി ഏതിലും മനസ്തവക്കുലാക്കുന്നത് ഈ വസ്തുക്കളിലില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലാണ്. അലല്ലാഹി ഫൽയതവക്കലിൽ മുതവക്കിലൂൻ. ഭരമേൽപ്പിക്കുന്നവരൊക്കെ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. ആ ഒരു തവക്കുൽ മനസ്ഥിതിയോടുകൂടി സുഹൃത്തുക്കളെ, ഇബാദത്തിന്റെ എല്ലാ അംശങ്ങളെയും സർവശക്തനായ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മേക്കാൾ മുമ്പ് അറിഞ്ഞവനായ, എല്ലാ കാര്യങ്ങളും കൃത്യമായി നമുക്ക് ചെയ്തു തരുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കുക. ശിർക്ക് കടന്നു വരാതിരിക്കാൻ വലിയ ജാഗ്രതയുണ്ടാകണം സുഹൃത്തുക്കളെ. എല്ലാം അല്ലാഹുവിൽ നിന്നാണെന്ന് ഉറച്ച വിശ്വാസമാണ് ഖദറിന്റെ വിശ്വാസം. അതിൽ കോട്ടം തെറ്റിക്കുന്ന, പടച്ചതമ്പുരാനിലുള്ള യഥാർത്ഥമായ വിശ്വാസത്തിന് ഇടിവ് വെക്കുന്ന ഒരു പ്രവർത്തനങ്ങളിലും നാം ഏർപ്പെടാതിരിക്കുക, സഹകരിക്കാതിരിക്കുക. അത്തരത്തിൽ കുടുങ്ങിപ്പോയ ആളുകളോട് സ്നേഹബുദ്ധി അതിന്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെ ആ വിശ്വാസ ചിന്തയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ നാം പരമാവധി പരിശ്രമിക്കുക. അർഹമർ റഹീമായ തമ്പുരാൻ കലർപ്പില്ലാത്ത വിശ്വാസമുള്ള മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അവന്റെ സ്വർഗത്തിന് അർഹരായിത്തീരുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ, സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്റെയും നിങ്ങളെയും ഉണർത്തുന്നു. അല്ലാഹു നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശിർക്ക് കടന്നു വരാതിരിക്കാൻ എത്രമാത്രം ജാഗ്രത വേണം എന്നതിന് പ്രവാചക അധ്യാപനങ്ങളിൽ വന്ന നിരവധി തെളിവുകളിൽ ഒന്ന് മാത്രമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതിന്റെ എല്ലാം മൂലകാരണം, ഏത് പാപങ്ങൾ ചെയ്ത് മരിച്ചുപോയാലും ഒരു പക്ഷേ നാളെ പരലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ബായ ഫള് കൊണ്ട് ഒരു പക്ഷേ ഓർത്തു തന്നേക്കും. ശിർക്കിന് അങ്ങനെ ഒരു പ്രതീക്ഷയല്ല. ശിർക്ക് ചെയ്തുകൊണ്ട് ഒരാൾ മരിച്ചുപോയാൽ പരലോകത്ത് പിന്നെ പടച്ചവനിൽ നിന്ന് എന്തെങ്കിലും ഒരു മോചനം കിട്ടിക്കൂടായിക ഇല്ല എന്നൊരു പ്രതീക്ഷയ്ക്കേ വകയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു പറഞ്ഞൊരു സംഗതിയാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാഅ. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യഗ്ഫിറു, അവൻ പൊറുക്കുന്നതേ അല്ല, അൻ യുശ്റക ബിഹി, അവനിൽ പങ്കു ചേർക്കുന്നത് ഒരിക്കലും അവൻ സഹിക്കില്ല, പൊറുക്കില്ല. അതേ അവസരത്തിൽ വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാഅ, ശിർക്കിൽ താഴെയുള്ള പാപങ്ങളെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുത്തേക്കാൻ സാധ്യതയുണ്ട്. അത് പൊറുക്കില്ല, അള്ളാഹു പൊറുക്കും. ശിർക്കിന് അങ്ങനെ ഒരു പ്രതീക്ഷയല്ല. അതെന്താ സുഹൃത്തുക്കളെ നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത്? അപ്പൊ ശിർക്ക് ചെയ്തോലും ഒരിക്കലും അല്ല പൊറുക്കൂലേ? അങ്ങനെ ഒരു സംശയം പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്. അപ്പൊ ശിർക്ക് ചെയ്തോലും ഇനിയിപ്പോ എന്താ ചെയ്യുക? അപ്പൊ നീ ഒരിക്കലും നീ കാര്യമില്ലല്ലേ? അതല്ല എന്റെ ഉദ്ദേശം. ശിർക്ക് ചെയ്ത മനുഷ്യൻ മരണത്തിന്റെ മുമ്പേ തൗബ ചെയ്യണം. മരണത്തിന്റെ മുമ്പേ തൗബ ചെയ്യണം ശിർക്ക് ചെയ്ത മനുഷ്യൻ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബയിൽ പൊറുക്കാത്ത ഒരു പാപമില്ല. ഏത് പാപം ശിർക്കടക്കം തൗബ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു തരും. അതേ അവസരത്തിൽ ഒരാള് ശിർക്ക് ചെയ്തു, അവൻ പശ്ചാത്തപിച്ചില്ല, പശ്ചാത്തപിക്കാതെയാണ് മരിച്ചതെങ്കിലോ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവെങ്കിൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്നത, സ്വർഗം അവന്റെ മേൽ അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. സ്വർഗം പിന്നെ അവന് ഹറാമാണ്. ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. അത്ര ഗൗരവമാണ്, ഗുരുതരമാണ് ശിർക്ക് എന്ന് പറയുന്നത്. നേരെമറിച്ച് മറ്റു പാപങ്ങളും മരണത്തിന്റെ മുമ്പ് തൗബ ചെയ്യണ്ടേ? തൗബ ചെയ്യണം. പക്ഷെ മറ്റു പാപങ്ങൾ ഒരാളിൽ നിന്ന് വന്നുപോയി, ശിർക്കല്ല, മറ്റു പാപങ്ങൾ ഒരാളിൽ നിന്ന് വന്നുപോയി, അയാൾ തൗബ ചെയ്യാതെയാണ് മരിച്ചതെന്ന് വിചാരിക്കുക. എന്നാലാണ് പറയുന്നത്, ആഖിറത്തിലെത്തിയാൽ ഒരു പക്ഷേ തൗബ ചെയ്യാത്തവനും ഒരു പക്ഷേ അല്ലാഹു എന്തിലേക്കും പുറത്തു കൊടുത്തേക്കും. പുറത്തോളണമെന്നില്ല, പുറത്തു കൊടുത്തേക്കും. എന്നാൽ ശിർക്കിന് മരിക്കുന്നതിന്റെ മുമ്പേ തൗബ ചെയ്യുക തന്നെ വേണം. ഇതാണ് ആയത്തിന്റെ അർത്ഥം. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഏറ്റവും ഗുരുതരമായ പാപം, നമ്മുടെ സ്വർഗനരകങ്ങൾ തീരുമാനിക്കുന്ന അടിസ്ഥാന ഘടകം,
നമ്മുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കണോ വേണ്ടേ എന്ന് അവൻ തീരുമാനിക്കുന്നതിലുള്ള മാനദണ്ഡം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ടാണ് മരിക്കുന്ന നേരത്തെ ഒരാൾ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന നേരത്തിൽ അവന്റെ അവസാനത്തെ വാക്ക് മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോഴുള്ള അവസാനത്തെ കലിമത്ത് വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നായെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗപ്രവേശനത്തിന് യോഗ്യത നേടിയിരിക്കുന്നു. അത് വലിയൊരു തൗഫീഖാണ്. അതവന്റെ മനസ്സിൽ തട്ടിക്കൊണ്ട് പറയാൻ നേരത്തെ സാധിച്ചാൽ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മറ്റുള്ളതൊക്കെ പടച്ചു പുറത്തേക്കും. എന്നാൽ മറ്റുള്ള പാപങ്ങളൊക്കെ ഇഷ്ടം പോലെ ചെയ്യാനുള്ള ലൈസൻസ് അല്ലാതെ ഇതിന്റെ ഗൗരവവും മറ്റുള്ളതിനെ നാം ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടുന്നതിന്റെ പ്രാധാന്യവുമാണ് ആ വചനത്തിലൂടെ അല്ലാഹു അറിയിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിരന്തരം ലോകത്തെ ശിർക്ക് വളരുകയാണ്. നാം വിചാരിക്കേണ്ടതിന്റെ ശിർക്കൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ വിദ്യാസമ്പന്നതയുടെ പരിവേഷമണിഞ്ഞുകൊണ്ടാണ് ശിർക്ക് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. IT വിപ്ലവം അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ മേഖലകളിലൂടെയാണ് ശിർക്കിന്റെ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടില്ലേ, ഓരോരുത്തരുടെ പിന്നാലെ പോവുകയാണ്. പള്ളിയിലെ ഇമാമുമാർക്ക് വരെ ഇസ്ലാം പോരാ എന്ന് തോന്നിത്തുടങ്ങിയിരിക്കുന്നു. കണ്ണൂരിലെ തെക്കീബസാറിലെ പള്ളിയിലെ വലിയ ഇമാമിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനങ്ങളോ ദിക്റുകളോ അയാളുടെ മനസ്സിന് ശാന്തി പകരുന്നില്ല. അയാളുടെ മനസ്സിന് ശാന്തി നൽകിയത്, അയാളുടെ മനസ്സിന് വല്ലാത്തൊരു സമാധാനം കിട്ടിയത് ഡബിൾ ശ്രീ എന്ന പേരുള്ളൊരുത്തന്റെ ആഴ്ചയിൽ പോയി നിന്നപ്പോൾ മാത്രമാകുന്നു. നോക്കണം നിങ്ങൾ എവിടേക്കെത്തി. ചങ്ങലക്കാണ് ഭ്രാന്ത് ബാധിക്കുന്നത്. ഈ സമൂഹത്തിലെ ഭ്രാന്തന്മാരെ അവരുടെ ഭ്രാന്തുള്ളപ്പോൾ തളക്കാനുള്ളതാണ് ചങ്ങലകൾ. അതേ അവസരത്തിൽ തളക്കേണ്ട ചങ്ങലകൾക്ക് തന്നെ ഭ്രാന്ത് പിടിച്ചാലോ? ഇതാണ് അവസ്ഥ. സമൂഹത്തിൽ തെറ്റുകൾ പടരുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ ഉപദേശിച്ചുകൊണ്ട് സന്മാർഗത്തിന്റെ സരണിയിലേക്ക് കൊണ്ടുവരാൻ കടപ്പെട്ടവരാണ് ഇമാമുമാരും ഹസീബുമാരുമൊക്കെ. പക്ഷെ അവർക്കാണ് ഭ്രാന്ത് ബാധിക്കുന്നതെങ്കിലോ, അവരിലാണ് ഈ നിലക്കുള്ള ശിർക്കിന്റെ പ്രചരണം നടക്കുന്നതെങ്കിലോ, എവിടെ വെച്ചാണ് ഈ പാപത്തിന്റെ കറയവർക്ക് കഴുകിക്കളയാൻ സാധിക്കുക? അതുകൊണ്ട് സുഹൃത്തുക്കളെ, വളരെ ജാഗ്രതയോടുകൂടി ഇരുന്നു കൊള്ളുക. വിവിധ വേഷങ്ങളിൽ, വിവിധ രൂപങ്ങളിൽ, വിവിധ പേരുകൾ പറഞ്ഞുകൊണ്ട് എല്ലാ രംഗത്തും ആൾദൈവങ്ങളുടെയും ശിർക്കിന്റെയും അന്ധവിശ്വാസത്തിന്റെയും ഏറ്റവും വലിയ പ്രചരണങ്ങൾ അരങ്ങ് തകർത്താടുകയാണ്. ഇതിനിടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊന്നുപോലെ കാത്തുസൂക്ഷിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാത്തിനേക്കാളും ഉപരി സർവശക്തനായ അള്ളാഹുവിന്റെ ഒരു വലിയ തൗഫീഖ് തന്നെ വേണം. അടുത്തവനെ തെറ്റിപ്പോകരുതേ എന്ന് ശിർക്ക് സംഭവിക്കുന്നതിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നാം അള്ളാഹുവിനോട് അഭയം ചോദിക്കേണ്ടതുണ്ട്. പടച്ചവനെ, ഞാൻ പിഴക്കുന്നതിൽ നിന്ന്, പിഴപ്പിക്കപ്പെടുന്നതിൽ നിന്ന്, ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് അഭയം ചോദിക്കുന്നു എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടിയിരിക്കുന്ന സുഹൃത്തുക്കളെ, ഈ കാലഘട്ടം അത്രയും ദുഷിച്ചു വരികയാണ്. ഫിത്നകൾ ഒരു ചട്ടച്ച മാലയിൽ നിന്ന് മണികൾ ഓരോന്നോരോന്ന് ഉയർന്നു വീഴും പോലെ ഫിത്നകൾ ഇങ്ങനെ കനത്ത ഇരുട്ടുകളായി സമൂഹത്തിൽ ഉതിർന്നുതിർന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്റെ വിശ്വാസത്തെ, തന്റെ ആചാരത്തെ, തന്റെ അടിസ്ഥാനത്തെ പിടിച്ചു നിർത്തിക്കൊണ്ട് തന്റെ നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ മാർഗസരണിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവന് ഈ കട്ട കയ്യിൽ പിടിച്ച വല്ല അനുഭവം ഉണ്ടാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സത്യത്തിൽ ജീവിക്കുന്നവന് തീക്കട്ട കയ്യിൽ പിടിച്ച അനുഭവം ഉണ്ടായിരിക്കുമെന്നാണ്. അത്രയും പ്രയാസമായിരിക്കും പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും. അതാണ് അതിന്റെ ഉദ്ദേശം. തീക്കട്ട കയ്യിൽ പിടിക്കാൻ കഴിയോ? എറിയാനല്ലേ തോന്നുന്നു. ഈ ആവശ്യമാണ്, വിടാനും കഴിയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ചിച്ചു നിൽക്കും. അത്ര പ്രയാസമുണ്ടാകും അവസാന കാലഘട്ടത്തിൽ വിശ്വാസികൾക്ക് എന്നാണ്. ഇത് നമ്മൾ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം. നമ്മുടെ മക്കളെ ഉത്ബോധിപ്പിക്കണം. നാടുകളിലേക്ക് വിളിച്ചു പറയുമ്പോൾ പറയണം. എല്ലാ നിലക്കും നമ്മുടെ വിശ്വാസത്തെ അപകടപ്പെടുത്താനുള്ള പ്രചരണങ്ങളാണ് അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്നത്. വളരെ ജാഗ്രതയിലിരിക്കുന്ന സുഹൃത്തുക്കളെ, റഹ്മാനായ തമ്പുരാൻ അവനിൽ ഒരിക്കലും പങ്കുചേർക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ പെടുത്താതെ യഥാർത്ഥ മുവഹീദുകളായി ജീവിച്ച് മരിച്ച് നല്ലവരോടൊപ്പം പരലോകത്ത് ഒരുമിച്ച് ചേരാനുള്ള സൗഭാഗ്യം നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും സർവ്വ സഹോദരങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. എല്ലാ നിലത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും, ഫിത്നകളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات.
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم، توفنا مسلمين والحقنا بالصالحين، والحمد لله رب العالمين.